എൻ രക്ഷകനേശുനാഥനെന്നും ജീവിക്കുന്നു. എന്നെ കൈവിടാതെ കാത്തു നിത്യം പാലിക്കുന്നു. എന്നെ കൈവിടാതെ കാത്തു നിത്യം പാലിക്കുന്നു. ഞാൻ പാടി സ്തുതിച്ചിടുമേ എൻ രക്ഷകനേശുവിനെ. ഞാൻ പാടി സ്തുതിച്ചിടുമേ എൻ രക്ഷകനേശുവിനെ. എൻ ജീവിതകാലമെല്ലാം ഞാൻ പാടി പുകഴ്ത്തിയിടുമേ. എൻ ജീവിതകാലമെല്ലാം ഞാൻ പാടി സ്തുതിച്ചിടുമേ എൻ രക്ഷകനേശുനാഥനെന്നും ജീവിക്കുന്നു. എന്നെ കൈവിടാതെ കാത്തു നിത്യം പാലിക്കുന്നു. എന്നെ കൈവിടാതെ കാത്തു നിത്യം പാലിക്കുന്നു. ഇരുളിൻ പാതയിലിടറും നേരത്തിൽ തുണയായി വന്നിടും കരം പിടിച്ചു വഴി നടത്തും കരുണയിനുറവിടം കരം പിടിച്ചു വഴി നടത്തും കരുണയിനുറവിടം ഞാൻ പാടി സ്തുതിച്ചിടുമേ എൻ രക്ഷകനേശുവിനെ. എൻ ജീവിതകാലമെല്ലാം ഞാൻ പാടി സ്തുതിച്ചിടുമേ. എൻ ജീവിതകാലമെല്ലാം ഞാൻ പാടി സ്തുതിച്ചിടുമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി രൂത്തിന്റെ പുസ്തകത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. 3 വിധവകൾ ബേത്ലഹേമിലേക്ക് ഉള്ള യാത്രയെക്കുറിച്ച് അവരുടെ ചിന്തകളെക്കുറിച്ചും ചില കാര്യങ്ങൾ ആണ് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. 3 വിധവകൾ എത്ര കാലം ഈ ഇരുളടഞ്ഞ അനുഭവത്തിൽ ഏകാന്തത അനുഭവിക്കും? ആരിതിന് പരിഹാരം നൽകും? നവോമി ഒഴിഞ്ഞവളായും നുറുങ്ങിയവളായാലും സ്വദേശത്തേക്ക് പോകാൻ തീരുമാനിച്ചുറപ്പിച്ചു. മരുമക്കളെ തൻ്റെ ഹൃദയത്തിലെ ആഗ്രഹമൊക്കെ അറിയിച്ചു. അവർ അതിന് എതിരൊന്നും പറഞ്ഞില്ല. അവർ ഒന്നിച്ച് യാത്ര പുറപ്പെട്ടു. യാത്രയ്ക്കിടയിൽ നവോമി ചിന്തിച്ചത് തൻ്റെ മരുമക്കളുടെ ഭാവിയായിരുന്നു. നല്ലൊരു ഭാവി അവർക്കുണ്ടാകണം. ഇക്കാലമൊക്കെയും തന്നോടൊപ്പം പാർത്തിട്ട് ഒരു പ്രശ്നവും ഉണ്ടായില്ല. അനുസരണമുള്ളവർ എന്തിന് എൻ്റെ കൂടെ വന്ന് അവരുടെ ഭാവി നഷ്ടമാക്കണം? ഈ ചിന്ത നവോമിയെ വല്ലാതെ അലട്ടി. ഒടുവിൽ ഒരു തീരുമാനത്തിലെത്തിയിട്ട് മരുമക്കളോട് യാത്രയ്ക്കിടയിൽ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സ്വദേശത്തേക്ക് പോയി നിങ്ങളുടെ അമ്മയുടെ അടുക്കൽ പോയി പാർത്തുകൊള്ളുക എന്ന് പറഞ്ഞു. ഞങ്ങൾ നിന്നോടൊപ്പം പോരുന്നു എന്ന് അവർ നവോമിയോട് പറഞ്ഞു. എന്തിനു എന്നോടൊപ്പം പോരുന്നു? നിങ്ങൾക്ക് ഭർത്താക്കന്മാരായിരിക്കാൻ എൻ്റെ ഉദരത്തിൽ ഇനി പുത്രന്മാരുണ്ടോ? സംഭവം ഇവിടെയാണ് ആരംഭിക്കുന്നത്. ഇക്കാലമൊക്കെയും അമ്മായിയമ്മയോടൊത്ത് ജീവിച്ച് യാതൊരു വഴക്കും ബഹളമൊന്നുമില്ലാതെ ഒരു സന്തോഷത്തോട് കഴിയുമ്പോഴുള്ള തിക്ത അനുഭവങ്ങൾ. ഭർത്താവ് മരിച്ചു, മക്കൾ 3 പേരും മരിച്ചു, 2 പേരും മരിച്ചു. അപ്പോൾ അങ്ങനെ അവരുടെ ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവത്തിലൂടെ അവർ കടന്നു പോകുമ്പോൾ ദേശത്ത് ക്ഷാമം ഉണ്ടായിരുന്നപ്പോഴാണ് അവർ മോവാബ് ദേശത്തേക്ക് യാത്ര ചെയ്തത്. എന്നാൽ ഇപ്പോൾ അവിടെ സുഭിക്ഷിതമാണെന്ന് മനസ്സിലായപ്പോൾ മടങ്ങിപ്പോവുകയാണ്. അപ്പത്തിൻ്റെ കലവറയിൽ നിന്ന് ദൂരദേശത്ത് യാത്ര ചെയ്ത ഈ കുടുംബത്തിന് ഭവിച്ച ദുരന്തങ്ങൾ 1 അല്ല 3 സംഭവിച്ചത്. അതിനുശേഷം ഇനിയും ഇങ്ങനൊരു സംഭവം ഉണ്ടാകരുതെന്നുള്ള ചിന്തയിലാണ് നവമി മക്കളോട് പറഞ്ഞത്. നീണ്ട സംഭാഷണ ശേഷം ഓർപ്പ അമ്മായിയമ്മയെ ചുംബിച്ച് മടങ്ങിപ്പോയി. ജീവിതത്തെക്കുറിച്ച് ലക്ഷ്യബോധമില്ലാത്ത യാത്രയായതിനാൽ അവളുടെ ജീവിതം പരാജയപ്പെടുവാൻ ഇടയായി. സ്വന്തം ദേശത്ത് നിൽക്കാൻ അവൾക്ക് മനസ്സില്ല.
ഫെലിസ്ത്യ ദേശത്തേക്ക് അവൾ യാത്ര ചെയ്തു. നവോമിയുടെ മകൻ കില്യോനെ വിവാഹം കഴിച്ചിരുന്നെങ്കിലും ജാതീയ ദേവന്മാരെയോ ആചാരങ്ങളെയോ ഓർപ്പ ഉപേക്ഷിച്ചിരുന്നില്ല. സത്യദൈവത്തെ അംഗീകരിക്കാനുള്ള മനസ്സ് അവൾക്കില്ലാതെ പോയി. ഓർപ്പയെക്കുറിച്ച് വിശദമായ വിവരങ്ങളൊന്നും തന്നെ പിന്നെ കാണുന്നില്ല. രൂത്ത് നവോമിയോട് പറ്റിയെന്നു അവളുടെ തീരുമാനങ്ങൾ അറിയുകയും സത്യദൈവത്തെ ആരാധിപ്പാൻ അവൾ തിരഞ്ഞെടുക്കുകയും ചെയ്തു. രൂത്തിൻ്റെ 7 പ്രധാനപ്പെട്ട സ്വഭാവവിശേഷങ്ങൾ ഓർപ്പിച്ച് ഞാനിവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1. രൂത്തിൻ്റെ നിശ്ചയദാർഢ്യം. 2. അവളുടെ എളിമത്വം. 3. അവളുടെ കഠിനാധ്വാനം. 4. അവളുടെ വിശ്വസ്തത. 5. അവളുടെ ദയ. 6. ധൈര്യം. 7. നിറഞ്ഞ വിശ്വാസം. ഇതാണ് രൂത്തിനെ ബോവസിൻ്റെ ഭാര്യയായി തീരുമാനിക്കണം ഇടയായിത്തീർന്നു. ദൈവം മുന്നമേ കണ്ട് തീരുമാനിച്ച് അവളുടെ വിശ്വാസം ഊട്ടി ഉറപ്പിക്കുന്നെന്ന് മനസ്സിലായപ്പോൾ ദൈവം അവൾക്ക് വേണ്ടി കരുതി. ദൈവമക്കളെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്കൊരു നിശ്ചയദാർഢ്യം ഉണ്ടായിരിക്കണം. നമുക്കൊരു എളിമത്വം ഉണ്ടായിരിക്കണം. നമുക്ക് രൂത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും നമ്മൾ കഠിനാധ്വാനികളായിരിക്കണം. വിശ്വസ്തത ഉണ്ടായിരിക്കണം, ദയ ഉണ്ടായിരിക്കണം, ധൈര്യം ഉണ്ടായിരിക്കണം, നിറഞ്ഞ വിശ്വാസം ഉണ്ടായിരിക്കണം. ജീവിതത്തിൽ മുന്നേറിയാൽ നമ്മുടെയും ജീവിതം ധന്യമായി തീരും. ചരിത്രത്തിൽ എഴുതപ്പെടുവാൻ തങ്ങളുള്ള സംഭവങ്ങളായി ദൈവം മാറ്റപ്പെടുത്തും. അതിനുവേണ്ടി ദൈവകരങ്ങളിലേക്ക് നമുക്ക് താഴ്ത്തി ഏൽപ്പിക്കാം. രൂത്തിനെ പോലെയുള്ള വലിയ തീരുമാനത്തിൽ മുന്നോട്ട് പോകാൻ തക്കണം സർവ്വശക്തനായ കർത്താവ് ഏവരുടെയും ജീവിതത്തിൽ സഹായിക്കട്ടെ. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം ഈ ചെറിയ ചിന്തയാൽ നമ്മളെ അനുഗ്രഹിക്കും. തിരുവചന ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.